Okay, good morning. Today we are going to talk about Android application lifecycle. Every component in an Android application must have a well-defined life cycle. What is a life cycle? What is application life cycle? The phases that an application goes through from start to end is called an application life cycle. So we can consider an application as a collection of activities. So what is an activity? Activities can be related to a single screen that can be a user can interact with the application. So each Android application runs inside its own instance of a virtual machine. We have different applications are there. Each and every applications are runs their own instance of virtual machine. Virtual machine means Dalvik virtual machine. At any point in time, several parallel virtual machines instances could be active, because there are so many applications are works in parallel in our mobile, because there is Facebook is running there, some videos are downloaded, some music played, then messages is read, so many and galleries also, there is a camera, so many applications are runs at a given time, at a point of time. Several parallel virtual machines instances could be active. So we can in Windows and Unix processors, there that operating system can control each and every stages of their process life cycle. They can control their works. But in the case of Android application does not completely control the completion of its life cycle. നമുക്ക് ഒരു ആപ്ലിക്കേഷന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ചിലപ്പോൾ സിസ്റ്റം തന്നെ അതിനെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിൾ എൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ യൂസർ ക്യാൻ ടെർമിനേറ്റ് സം ആപ്ലിക്കേഷൻസ്. ആൻഡ് സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ ഏറ്റവും മുമ്പിൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ യൂസർ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാട്സപ്പിലാണെന്ന് വിചാരിക്കുക. ഓൺ ദ ബാക്ക്ഗ്രൗണ്ട് ദർ ഇസ് ഫേസ്ബുക്ക്, അതുപോലെ യൂട്യൂബ്, ഇതെല്ലാം ഓപ്പൺ ആയിട്ടിട്ടുണ്ട്. അതൊന്നും നിലവിലിപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും all applications have their own virtual machines. അപ്പോൾ അവർ ഓരോരുത്തരും അതിൻ്റെ ഓരോ സ്റ്റേജിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിളിന് ചിലപ്പോൾ സിസ്റ്റത്തിന് തന്നെ എന്തെങ്കിലും സിസ്റ്റം ക്രാഷ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ റിസോഴ്സ് ക്രഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ സിസ്റ്റം തന്നെ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിനെ കില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ യൂസർ തന്നെ നിങ്ങൾ കാണാറുണ്ട്, നമ്മൾ ക്ലിയർ ക്യാഷ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഇപ്പം നിലവിലുള്ള എല്ലാത്തിനെയും കാണാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാഷ് ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ലൈഫ് സൈക്കിളിനെ എൻഡ് ചെയ്യാൻ പറ്റും. And every Android application should be prepared for untimely termination. നമുക്ക് മനസ്സിലായല്ലോ, നമുക്ക് എവറി ആപ്ലിക്കേഷനും എങ്ങനെ വേണമെങ്കിലും ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് അതിനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒക്കേഷണലി ഹാർഡ്വെയർ റിസോഴ്സസ് മേ ബിക്കം ക്രിട്ടിക്കലി ലോ ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുഡ് ഓർഡർ ഏർലി ടെർമിനേഷൻ ഓഫ് എനി പ്രോസസ്. അപ്പോൾ യൂസറിന് ടെർമിനേറ്റ് ചെയ്യാം, ഓൾസോ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്യാൻ ടെർമിനേറ്റ് എനി പ്രോസസ് അറ്റ് എനി ടൈം. ആൻഡ് ദ ഡിസിഷൻസ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സമയത്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുന്നത്? നമ്പർ ആൻഡ് ഏജ് ഓഫ് ആപ്ലിക്കൻ്റ് കമ്പോണൻറ്റ്സ്, ഏത് കമ്പോണൻ്റാണോ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് അതിൻ്റെ നമ്പറും ഏജും കൺസിഡർ ചെയ്യും. കമ്പോണൻറ്റ്സ് കറൻ്റ്ലി വർക്കിംഗ്, റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ദോസ് കമ്പോണൻറ്റ്സ് ടു ദ യൂസറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതെടുക്കില്ല. അല്ലാണ്ട് നമ്മൾ റീസെൻ്റ്ലി യൂസ്ഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ആൻഡ് ഹൗ മച്ച് ഫ്രീ മെമ്മറി ഈസ് അവൈലബിൾ ഇൻ ദ സിസ്റ്റം, അപ്പോൾ മെമ്മറിയിൽ എത്ര അവൈലബിൾ ആണ് എന്നുള്ളതും കൂടെ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്യാൻ ടെർമിനേറ്റ് എനി പ്രോസസ് അറ്റ് എനി ടൈം. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ
to manage limited system resources, the Android system can terminate running applications. If the Android system need to terminate process, it follows the following priority system. There are so many priority systems are there. അപ്പം പ്രോസസ്സുകൾ പല രീതിയിൽ നിൽക്കാം. അപ്പോൾ ഒന്ന് ഫോർഗ്രൗണ്ട് പ്രോസസ്സ്, വിസിബിൾ പ്രോസസ്സ്, സർവീസ് പ്രോസസ്സ്, ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ആൻഡ് എംപ്റ്റി പ്രോസസ്സ്. അല്ല, ഫോർഗ്രൗണ്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ an application in which the user is interacting with an activity. ഏത് ആക്ടിവിറ്റിയോ ആയിട്ടാണോ ഇൻട്രാക്ട് ചെയ്യുന്നത്, that is in foreground state. So its priority is set to 1. Then visible means user is not interacting with the activity, but the activity is still visible to the application, still visible, or the application has a service which is used by inactive but visible activity. That means ഇപ്പോൾ നമുക്കൊരു കേസ് വരാണ്, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്തു, ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ വരാറുണ്ടല്ലേ, ഒരു ഡയലോഗ് ബോക്സ് വരും. പ്ലസ് once more the back button to exit the application എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ആർ യു ഷുവർ, ഡു യു വാണ്ട് ടു എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ മെസ്സേജസ് വരാം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ യെസ്സോ അല്ലെങ്കിൽ ക്യാൻസലോ കൊടുത്ത് കഴിയുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, തൊട്ട് ബാക്കിൽ ആ വർക്ക് ചെയ്യുന്നുള്ളതിലേക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് വിസിബിൾ ടു ദ യൂസർ, ബട്ട് ദേ ആർ നോട്ട് ഇൻട്രാക്ടിങ് വിത്ത് ദാറ്റ്, just interacting with the dialog box. That kind of operations, അല്ലെങ്കിൽ that kind of process are known as visible process. It has the priority of 2. And then service എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് സർവീസ്. ലോങ് സർവീസ്, അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെ അലാം സെറ്റ് ചെയ്യുന്നതൊക്കെ വേണമെങ്കിലും വിചാരിക്കാം. ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം സർവീസുകളാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ദറ്റ് ഈസ് ആപ്ലിക്കേഷൻ വിത്ത് ഓൺലി സ്റ്റോപ്ഡ് ആക്ടിവിറ്റീസ് ആൻഡ് വിത്തൗട്ട് എ സർവീസ് ഓർ എക്സിക്യൂട്ടിംഗ് റിസീവർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ എന്താ പറയുക, ഒരു ഫേസ്ബുക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് വേറൊരു ആപ്ലിക്കേഷനിലേക്ക് എടുത്തു. അപ്പം ആ സമയത്ത് ഫേസ്ബുക്ക് അങ്ങോട്ട് പോകും, സ്റ്റോപ്ഡ് സ്റ്റേറ്റിലേക്ക് മാറും. സ്റ്റോപ്ഡ് സ്റ്റേറ്റിൽ പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ടെർമിനേറ്റ്. അപ്പോൾ അത് ടെർമിനേറ്റ് ആയിട്ടില്ല, ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, സ്റ്റോപ്ഡ് സ്റ്റേറ്റിലേക്ക് വരുള്ളൂ. പിന്നെ അതിലേക്ക് തിരിച്ച് നാവിഗേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അത് വീണ്ടും എന്താവും, ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എംപ്റ്റി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ആക്റ്റീവ് കമ്പോണൻറ്റും ഇല്ല, നിലവിൽ ആക്റ്റീവ് കമ്പോണൻറ്റ് ഇല്ല, ഒന്നുമില്ലാത്ത സിറ്റുവേഷനിലുള്ള അതിനെയാണ് നമ്മൾ എംപ്റ്റി എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് കമ്പോണൻറ്റിൻ്റെ പ്രയോറിറ്റി ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻസിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് 4ഉം എംപ്റ്റീൻ്റെത് 5ഉം ആണ്. ദീസ് ആർ ദ പ്രയോറിറ്റി സിസ്റ്റം. അപ്പോൾ ഈ ഒരു പ്രയോറിറ്റി സിസ്റ്റം അനുസരിച്ചിട്ടാണ് ആര് ടെർമിനേറ്റ് ചെയ്യുക, ആൻഡ്രോയിഡ് സിസ്റ്റം തന്നെ പ്രോസസ്സിനെ കില്ല് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. ഇനി ഓൾ പ്രോസസ്സസ് എംപ്റ്റി ലിസ്റ്റ് ആഡഡ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ലിസ്റ്റ്. അപ്പോൾ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ചിലത് നിങ്ങൾ കാണാറുണ്ട്, നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ പറയും, ഇപ്പം ഗൂഗിൾ പേ നിങ്ങൾ ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് യൂസ് ചെയ്തതാണ്. അപ്പോൾ കുറേ കാലത്തിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടാവും, നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് പക്ഷേ അത് കറൻ്റ്ലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത കുറേ ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതെല്ലാം എപ്പോഴും എവിടെയായിരിക്കും ഉണ്ടാവുക, ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡിൽ ഫസ്റ്റിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ മനസ്സിലായോ? ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡിൽ ഫസ്റ്റിലുണ്ടാവുന്നത് തീരെ യൂസ് ചെയ്യാത്തതായിരിക്കും. ആ രീതിയിൽ ഏറ്റവും ബാക്കിലുള്ളതിനായിരിക്കും എന്തുണ്ടാവുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുക. കാരണം റീസെൻ്റ്ലി യൂസ്ഡ് ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ പെട്ടെന്ന് വിസിറ്റ് ചെയ്തു. അപ്പോൾ ഗൂഗിൾ പേ കുറേ കാലമായിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഒരു ആവശ്യത്തിന് ഗൂഗിൾ പേ എടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിൻ്റെ ഫ്രണ്ട് അത് ജസ്റ്റ് ടോപ്പിൻ്റെ ക്യാഷിൻ്റെ ടോപ്പിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ആൻ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ തന്നെയാണ്. സ്റ്റേറ്റ്സ് ഓഫ് ആൻ ആക്ടിവിറ്റി, ദർ ഇസ് ആക്റ്റീവ് സ്റ്റേറ്റ്, പോസ്റ്റ് സ്റ്റേറ്റ്, സ്റ്റോപ്ഡ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രോയ്ഡ് സ്റ്റേറ്റ്. ആൻഡ് വാട്ട് ഇസ് ആക്റ്റീവ് സ്റ്റേറ്റ്? Active state എന്തായിരിക്കും? When an activity is in an active state, it means it is active and running. It is visible to the user and user is able to interact with it. Process state is foreground ആണ്, clear ആണ്. And or runtime treats the activity in the state with the highest priority and never tries to kill it. Then coming to post state, നേരത്തെ നമ്മൾ പറഞ്ഞ പോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അല്ലെങ്കിൽ തൊട്ട്
അതായത് പോസ്റ്റ് സ്റ്റേറ്റിൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നത് activity is being in the state means that the user can still see the activity in the background such as behind a transparent window or a dialog box. It is partially visible. That is called post state. In the user cannot interact with the activity until he or she is done with the current view. അതായത് ഇപ്പം നമ്മൾ ഡയലോഗ് ബോക്സിൽ യെസ് ഓർ ക്യാൻസൽ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒന്നുകിൽ ആ ആക്ടിവിറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. That the process state is background and or runtime usually does not kill an activity in the state but may do so in an extreme case of resource crunch. ഒരു എക്സ്ട്രീം കേസ് വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത്തരത്തിലുള്ള പ്രോസസ്സുകളെ കില്ല് ചെയ്ത് കളയുള്ളൂ. പിന്നെ വരുന്നത് സ്റ്റോപ്ഡ് സ്റ്റേറ്റ്. when a new activity is started on the stop of the current one or when a user hits the home key, the activity is brought to stopped state. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മളൊരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോം കീ പ്രസ് ചെയ്ത് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് സ്റ്റോപ്ഡ് സ്റ്റേറ്റ്. The activity in its state is invisible but it is not destroyed. Okay. Process state is in background and Android runtime may kill such an activity in case of resource crunch. Then destroyed state എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് കീ അടിച്ചിട്ട് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ക്ലിയർ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യുന്നതൊക്കെ ഡിസ്ട്രോയ്ഡ് സ്റ്റേറ്റിലേക്കാണ് പോവുക. When a user hits the back key or Android runtime decided to reclaim the memory allocated to an activity that is in the post state or stopped state, it goes to the destroyed state. Okay. ക്ലിയർ ആണ്. അപ്പോൾ പോസ്റ്റ് സ്റ്റേറ്റിലോ സ്റ്റോപ്ഡ് സ്റ്റേറ്റിലോ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ആൻഡ്രോ റൺ ടൈം അവരുടെ മെമ്മറിയൊക്കെ തിരിച്ചു വാങ്ങി ക്ലിയർ ചെയ്യുവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ യൂസർ ഡബിൾ ബാക്ക് അടിച്ചിരുന്ന സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ക്യാഷ് ക്ലിയർ ചെയ്യുന്ന സിറ്റുവേഷൻ ആവാം. ഈ സിറ്റുവേഷനൊക്കെ ചെയ്യുന്ന സമയത്തും ഡിസ്ട്രോയ്ഡ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആക്ടിവിറ്റി ഔട്ട് ഓഫ് മെമ്മറി ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ഇൻവിസിബിൾ ടു ദ യൂസർ. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഓരോ ആക്ടിവിറ്റീൻ്റെ സ്റ്റേജിലേക്കും പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ അതിനെ ഡീൽ ചെയ്യണം. ഓരോ ആക്ടിവിറ്റിയും ഇപ്പോൾ എപ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നത്, എപ്പോഴാണത് പോസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്, അത്തരത്തിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റണം, ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. സോ വി നീഡ് എ സെറ്റ് ഓഫ് functions. So there are so many methods are there. First of all, onCreate function. That is, function is also same as method. So method എന്നാണ് നമ്മൾ എന്ത് പറയാം, ജാവയിൽ മെയിൻലി നമ്മൾ മെത്തേഡ് എന്നാണ് പറയുക ഫംഗ്ഷന്. സോ മെത്തേഡ് ഇസ് onCreate. Whenever an activity starts running, this first methods to get executed is onCreate. അപ്പോൾ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ സാധാരണ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അത് ഓപ്പൺ ചെയ്ത് വരാൻ പോകുന്ന സമയങ്ങളിൽ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വർക്ക് ചെയ്യുന്ന ഫസ്റ്റത്തെ മെത്തേഡാണ് onCreate മെത്തേഡ്. അത്തരത്തിൽ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും വേരിയബിൾസിന്, അതായത് ഗ്ലോബൽ വേരിയബിൾസിൻ്റെ ഇനീഷ്യലൈസേഷനൊക്കെ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്ത് വെക്കാം. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ് onStart ഫംഗ്ഷൻ. ഈ ഒരു onStart ഫംഗ്ഷൻ്റെ, അതായത് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് onStart method, the activity is not yet rendered on the screen but about to become visible to the user. So we can set the UI component, user interface components in the onStart method. Then coming to onResume method, the activity is finally gets rendered onto the screen. അപ്പോൾ onCreate മെത്തേഡ്, onStart മെത്തേഡ്, onResume മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആ സ്ക്രീനിൽ നമ്മൾ ആ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി വിസിബിൾ ആവുന്നത്. ഓക്കെ. So at this point the activity is in active state and it is interacting with the user. Then onPause method. If the activity loses its focus and is only partially visible to the user, it enters to the pause state. ഓക്കെ. ഈ സമയത്താണ് പോസ്റ്റ് സ്റ്റേറ്റ്. നമ്മൾ പറഞ്ഞത് എന്താണ്, പാർഷ്യലി വിസിബിൾ ആവുന്ന ആ ഒരു സിറ്റുവേഷനിൽ പോസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ. In the onPause method, we may commit database transaction or perform lightweight processing before activity goes to the background. അപ്പോൾ ആക്ടിവിറ്റി ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്മിറ്റ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലവിൽ ഇപ്പം ഇതുവരെ നടത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു
പോസ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി ഓൺ സ്റ്റോപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ ആക്റ്റീവ് സ്റ്റേറ്റ് വി ഹിറ്റ് ദ ഹോം കീ, ദ ആക്ടിവിറ്റി ഗോസ് ടു ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹോം സ്ക്രീൻ ഓഫ് ദ ഡിവൈസ് made visible. During this event, the activity enters the stop state. Both on pause and on stop methods are executed. അപ്പോൾ ഓൺ സ്റ്റോപ്പ് അങ്ങനെ ഡിവൈസ് എവിടെ പോകുന്നു, ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൺ പോസും ഓൺ സ്റ്റോപ്പും എവിടെ എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ഇനി ഡിസ്ട്രോയ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ വെൻ ആക്ടിവിറ്റി ഈസ് ഡിസ്ട്രോയിഡ് ബൈ ദ യൂസർ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം, ഒന്നുകിൽ ആൻഡ്രോയിഡ് സിസ്റ്റം തന്നെ അത് ഡിസ്ട്രോയ് ചെയ്യും അല്ലെങ്കിൽ യൂസർ ഡിസ്ട്രോയ് ചെയ്യും. ഈ സമയത്ത് ഫോളോ ചെയ്യുന്നതാണ് ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രം നമുക്ക് നോക്കാം. Whenever an activity is launched, onCreate, onStart, onResume is called. ആദ്യം onCreate ചെയ്യും. For global variable declaration we can use onCreate function, and onStart function we can set some UI components. OnResume function, by calling onResume function the screen is visible to the user and starting interacting with the user. സോ ഇതിൻ്റെ ഇടയ്ക്ക് onResume വിളിച്ചു കഴിഞ്ഞാൽ ആക്ടിവിറ്റി റണ്ണിങ് ആണ്. അപ്പോൾ ഓൺ പോസിലേക്ക് എപ്പോഴാണ് പോവാം? Another activity comes into the foreground. വേറൊരു ആക്ടിവിറ്റി ഫോർഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓൺ പോസും ഓൺ സ്റ്റോപ്പും കഴിഞ്ഞ് ഓൺ സ്റ്റോപ്പിലേക്കാണ് പോവുക. ഓൺ പോസ് വിളിക്കും, ഓൺ സ്റ്റോപ്പിനെയും വിളിക്കും. ഓക്കെ, ദ ആക്ടിവിറ്റി ഈസ് നോ ലോങ്ങർ വിസിബിൾ. കുറേ നേരമായിട്ടും കാണുന്നില്ലെങ്കിൽ ഓൺ സ്റ്റോപ്പാണ്. ദെൻ എപ്പോഴാണ് ആക്ടിവിറ്റി ഈസ് ഫിനിഷിംഗ് or being destroyed by the system or by the user, it will goes to the on destroy and activity will shut down. ഇതിൻ്റെ ഇടയ്ക്ക് ഓൺ പോസ് ചെയ്യുന്ന സമയത്ത് ഓൺ പോസിലിരിക്കുന്നതിനെ വേണമെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ യൂസർ തിരിച്ചു വിളിക്കാം. അതായത് ജസ്റ്റ് ബാക്ക് അടിച്ചു, ഒരു ഡയലോഗ് ബോക്സ് വന്നു, അങ്ങനെ ഇരിക്കുന്ന സമയം ഓൺ പോസിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് തിരിച്ച് അതേ ആക്ടിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൺ റെസ്യൂം വിൽ ഇൻഫോക്ട് ആൻഡ് ആക്ടിവിറ്റി വിൽ വർക്ക് ആൻഡ് ആക്ടിവിറ്റി കംസ് ടു ഇൻ റണ്ണിങ് സ്റ്റേറ്റ്. പിന്നെ ഈ ഓൺ പോസിൽ നിന്നും ഓൺ സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് ഓൺ സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ നമ്മൾ ഹോം ബട്ടൺ അടിച്ച് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് പോയി തിരിച്ച് നമ്മൾ ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ഹോം കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ കാണുമല്ലോ. അതൊന്ന് തിരിച്ച് നമ്മൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓൺ റെസ്യൂമിലേക്ക് പോയാൽ പോരാ, ഓൺ സ്റ്റാർട്ടിലേക്ക് പോകണം. ഓൺ സ്റ്റാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഓൺ റീസ്റ്റാർട്ട് കോൾ ചെയ്തിട്ട് വേണം ഓൺ സ്റ്റാർട്ടിലേക്ക് പോകാൻ. ദെൻ ഓൺ റെസ്യൂം കോൾ ചെയ്തിട്ട് മാത്രമേ ആക്ടിവിറ്റി റണ്ണിങ് ആവുള്ളൂ. അപ്പോൾ യൂസർ നാവിഗേറ്റ് ടു ദ ആക്ടിവിറ്റി, ദെൻ കോൾസ് ടു ഓൺ റീസ്റ്റാർട്ട് ഫംഗ്ഷൻ, ദെൻ കമ്മിങ് ടു ഓൺ സ്റ്റാർട്ട് ഫംഗ്ഷൻ, then call on resume function. ഇനി ഈ ഓൺ പോസിലിരിക്കുന്നതിനെയോ ഓൺ സ്റ്റോപ്പിലിരിക്കുന്നതിനെയോ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും. അതായത് സിസ്റ്റം തന്നെ കില്ല് ചെയ്യാം, അല്ലെങ്കിൽ യൂസർ ക്യാൻ ടെർമിനേറ്റ് ദ പ്രോസസ്. സോ ഹിയർ എന്താണ് സംഭവിക്കുക, എപ്പോഴാണ് നടക്കുന്നത്, ഓൺ പോസിലോ ഓൺ സ്റ്റോപ്പിലോ ഇരിക്കുന്ന ആക്ടിവിറ്റീസിനേക്കാളും ഹയർ പ്രിയോറിറ്റി ഉള്ള ആക്ടിവിറ്റീസ് വരുവാണെങ്കിൽ സിസ്റ്റം കില്ല് ചെയ്യും. കില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് എപ്പോഴാണോ യൂസർ ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത് ആ സമയത്ത് ഫ്രം ഓൺ ക്രിയേറ്റ് തൊട്ട് നമ്മൾ കോൾ ചെയ്യേണ്ട വരും. ഇതാണ് ഒരു ആക്ടിവിറ്റീൻ്റെ ലൈഫ് സൈക്കിൾ. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഈ ഡയഗ്രാം പഠിക്കുക, ഈ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് നിങ്ങൾ നോക്കുക, ഈ സ്റ്റേറ്റുകൾ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങളോട് ആക്ടിവിറ്റി ലൈഫ് സൈക്കിൾ പറയുമ്പം ഈ ലൈഫ് സൈക്കിൾ മെത്തേഡ്സും ഇതും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ നന്നായി നോട്ട് എഴുതിയെടുക്കുക. താങ്ക് യു.